എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജലാശയത്തിനടുത്തുള്ള തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട കാൽവരി മൗണ്ടിലെ സെൻറ്റ് ജോർജ് പള്ളിയുടെ മുന്നിലാണ്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇടുക്കി പോലെ തന്നെ ഇടുക്കിയിലെ ദേവാലയങ്ങളും അതിമനോഹരമായിരിക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് ഇടുക്കി ജലാശയത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് പള്ളിയുടെ മുന്നിൽ ഒരു ചെറിയ മലയ്ക്കകത്ത് ഒരുക്കിയിരിക്കുന്ന അത്ഭുതം കാണാൻ വേണ്ടിയാണ്. കാൽവരി മൗണ്ടിലെ കാഴ്ചകൾ കാണാനെത്തുന്നവർ ഈ പള്ളിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ കാഴ്ചകളായിരിക്കും നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത്. കുന്നിനു മുകളിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ നിൽക്കുന്ന യേശുനാഥനോടൊപ്പം മറ്റൊരു അത്ഭുതം കൂടി നിങ്ങൾക്ക് വേണ്ടി ഇവിടെയുണ്ടാവും. 432 ദിവസങ്ങളെടുത്ത് സിമൻറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മലയുടെ പേര് വിയ ഡോളറോസ എന്നാണ്. ഉപ്പുതോട് സ്വദേശിയായ ജിനു പി കൊച്ചുവീട്ടിൽ എന്ന കലാകാരനാണ് വിയ ഡോളറോസ എന്ന അത്ഭുതം കാൽവരി മൗണ്ട് പള്ളിയുടെ മുറ്റത്ത് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് ആദ്യമേ തന്നെ നമുക്ക് ജിനുവിനൊരു കയ്യടി കൊടുക്കാം. കാരണം അതുപോലെ കഷ്ടപ്പെട്ട് അത്രയും മനോഹരമായാണ് ഇത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കയറി നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഗാഗുൽത്താമല, സ്വർഗചിത്രീകരണം, സഹനപാത എന്നിവയെല്ലാം ഉൾപ്പെടുന്ന 12ലധികം ശില്പങ്ങളുടെ കൂട്ടായ്മയാണ് വിയ ഡോളറോസ. 102 അടി നീളത്തിലും 36 അടി ഉയരത്തിലുമാണ് ഈ ഗ്രോട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ജനുവരി 30-ന് വിയ ഡോളറോസ നാടിന് സമർപ്പിച്ചത് മുതൽ ധാരാളം ആളുകൾ ഇത് കാണാനായി ഇവിടെ എത്തുന്നുണ്ട്. ഇത് കാണാൻ വരുന്നവർ ദയവായി ചെരുപ്പിട്ടുകൊണ്ട് ഇതിനകത്ത് പ്രവേശിക്കരുത്. അകത്ത് കയറിക്കഴിഞ്ഞാൽ അകത്തുള്ള രൂപങ്ങളിൽ ആരും തൊടരുത്. അതുപോലെ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഈ ഗ്രോട്ടോയുടെ മുകളിൽ കയറാനും ആരും ശ്രമിക്കരുത്. ഈ കാണുന്ന വഴിയിലൂടെ ആരും കയറരുത് എന്നാണ് ഉദ്ദേശിച്ചത്. ഡോളറോസയെക്കുറിച്ച് എനിക്ക് കിട്ടിയ അറിവുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോ കാണുന്നത് മുഴുവൻ മ്യൂസിക് ഇട്ടുകൊണ്ടായിരിക്കും. ദയവായി എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ നമുക്ക് ഇനി അധികം സമയം കളയാതെ സഹനത്തിൻ്റെ വഴി എന്നറിയപ്പെടുന്ന ഡോളറോസയുടെ അകത്തെ കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇവിടുത്തെ 2 വാതിലിലും ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാവരും അത് പാലിച്ച് തന്നെ ഇതിൻ്റെ അകത്ത് കയറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം കയറുമ്പോൾ ക്രിസ്തുവിനെ യൂദാസ് 30 വെള്ളിക്കാശിന് വേണ്ടി ചുംബിച്ച് ഒറ്റിക്കൊടുക്കുന്ന രംഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പടയാളികളെല്ലാം ഇവിടെ പതുങ്ങി നിൽക്കുന്ന രംഗവും നമുക്കിവിടെ കാണാം. യഥാർത്ഥ പടയാളികൾ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിട്ടാണ് ഇത് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് വലത്തേക്ക് തിരിയാതെ ഇടത്തേക്ക് തിരിഞ്ഞു നടന്ന ഞാൻ കാണുന്നത് ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് കൈ കഴുകുന്ന രംഗമായിരുന്നു. അങ്ങനെ പീലാത്തോസിൻ്റെ കൈകഴുകൽ ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്ന വഴി ഒന്ന് കറങ്ങിയെടുത്ത് വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ കാണുന്നത് ഈശോ മാതാവിനെ കാണുന്ന ഹൃദയഭേദകമായ രംഗമായിരുന്നു. ഈശോയുടെ നെഞ്ചത്ത് പടയാളി കുന്തം കൊണ്ട് കുത്തുന്ന കാഴ്ചയായിരുന്നു അടുത്തതായി എനിക്ക് കാണാൻ സാധിച്ചത്. ഇത് കണ്ടു കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് 2 കള്ളന്മാരുടെ നടുവിൽ ഈശോയെ കുരിശിൽ തറച്ചിരിക്കുന്ന രംഗമായിരുന്നു. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ സാധിക്കും. എന്തായാലും അധികം സമയം കളയാതെ നമുക്ക് ഇതിൻ്റെ അകത്തെ മുഴുവൻ കാഴ്ചകളും കണ്ടുവരാം. ഓർക്കുക, ഇനി മുന്നോട്ടുള്ള കാഴ്ചയിൽ മൊത്തം മ്യൂസിക് ആയിരിക്കും. ദയവായി എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു.
ും